മലയാളികളെ മുഴുവനായും വേദനയിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു കലാഭവൻ നവാസിന്റെ മരണവാർത്ത. ഈ മരണവാർത്തയോടൊപ്പം തന്നെ ശ്രദ്ധ നേടിയത് രഹന എന്ന പെൺകുട്ടി കൂടിയാണ്. രഹനയുടെ ഭർത്താവിനെ നഷ്ടമായതിനേക്കാൾ ഉപരി അടുത്തൊരു സുഹൃത്തിനെ നഷ്ടമായ അവസ്ഥയായിരിക്കും ആ പെൺകുട്ടിക്കെന്ന് പറയാതെ വയ്യ. അത്രത്തോളം വേദനയിലൂടെ ആയിരിക്കാം രഹന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വഴക്കിൽ നിന്നും തുടങ്ങിയ പ്രണയമാണ് ഇരുവരുടെയും. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചാണ് രഹനയും നവാസും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. സഹോദരൻ നിയാസിനൊപ്പം ചേർന്ന് നവാസ് ഒരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഡാൻസ് കളിക്കുവാൻ അതിൽ നായികയായി എത്തിയത് രഹനയായിരുന്നു. തുടക്കത്തിൽ തന്നെ രഹനയുടെ ഒരു നൃത്തമുണ്ടായിരുന്നു, പിന്നെയും നൃത്തമുണ്ടായിരുന്നു. 9 നൃത്തത്തോളം ഉണ്ടായിരുന്നു. നേരത്തെ ഇതൊക്കെ പറഞ്ഞതാണ്. എന്നാൽ ആദ്യത്തെ നൃത്തം കഴിഞ്ഞ സമയത്ത് തന്നെ രഹനയ്ക്ക് എന്തോ ഒരു പ്രശ്നം പറ്റി. കോസ്റ്റ്യൂം ശരിയായ രീതിയിൽ ഊരാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് നടി കൽപ്പനയാണ് രഹനയെ സഹായിക്കാൻ എത്തുന്നത്. കൽപ്പന അപ്പോൾ ഗർഭിണി കൂടിയാണ്. എന്നിട്ടും ബ്ലേഡും ഒക്കെ വച്ച് കോസ്റ്റ്യൂം കീറുകയായിരുന്നു കൽപ്പന ചെയ്തത്. സ്കിറ്റ് തുടങ്ങുകയാണ്. നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണ്. സുധീഷാണ് നായകൻ. സുധീഷ് സ്റ്റേജിൽ കയറിയിട്ടും രഹന കയറിയില്ല. ആ സമയത്ത് നവാസിന് ദേഷ്യം വന്നു. ഈ നായികയ്ക്ക് വളരെ ജാടയാണ്, മറ്റാരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്നും ചെവി പൊട്ടുന്ന തരത്തിലുള്ള ഒരു ചീത്തയാണ് നവാസ് ആ സമയത്ത് മറ്റാരോടോ രഹനയെ പറ്റി പറഞ്ഞത്. പെട്ടെന്ന് സ്റ്റേജിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് രഹന കൃത്യമായി അത് കേട്ടുവെങ്കിലും ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചു. ആ സമയത്ത് നവാസിനെ കൂടുതൽ അറിയാൻ സാധിച്ചു. സഹോദരൻ നിയാസാണ് രഹനയെ നവാസിനു വേണ്ടി ആലോചിക്കുന്നത്. അങ്ങനെ ആ വിവാഹം നടന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം ഒരു വാക്കുകൊണ്ട് പോലും രഹനയെ വേദനിപ്പിക്കാൻ നവാസിന് കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നതാണ് സത്യം. അടുത്ത കാലത്ത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഒരുക്കിയ ഒരു അഭിമുഖത്തിൽ എത്തിയപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് നവാസിക്കയാണെന്നാണ്. അതേപോലെ എനിക്ക് നവാസിക്കയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു പെണ്ണ് പറയണമെങ്കിൽ എത്രത്തോളം അയാൾ അവളെ സ്നേഹിച്ചിട്ടുണ്ടാവണം. ആ അഭിമുഖത്തിൽ തന്നെ രഹന പറയുന്നുണ്ട്, മക്കള് പോലും പറയുന്നത് തന്നോടാണ് ഓരോ കാര്യങ്ങൾ, താനാണ് ഉപ്പയോട് പറഞ്ഞ് നേടിക്കൊടുക്കുന്നത്. അത്രത്തോളം സൗഹൃദമായിരുന്നു ഉപ്പയും താനും തമ്മിൽ. പലപ്പോഴും ഞാൻ ഓർക്കും, ഞങ്ങള് എപ്പോഴും പ്രണയിക്കുകയാണെന്ന്. എൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് പ്രായം കുറവാണ്. ഞാനിങ്ങനെ 18 വയസ്സിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നവാസിക്കും വലിയ പ്രായമൊന്നും ഇല്ല എന്ന് ഏറെ രസകരമായ രീതിയിൽ രഹന പറയുന്നുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള സ്നേഹം കണ്ട് അസൂയ തോന്നിയിട്ടാണോ ഈശ്വരൻ നവാസിനെ വിളിച്ചതെന്ന് പോലും ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചത് രഹനയെ കുറിച്ചാണ്. ആ പെൺകുട്ടിക്ക് ഇതൊക്കെ താങ്ങാനുള്ള ശക്തി നൽകണമേ എന്നാണ്. അത്രത്തോളം ആരുമല്ലാതിരുന്നിട്ടും രഹന ആരൊക്കെയോ ആയി മാറുന്നു. ആ പെൺകുട്ടിയുടെ വേദന നമ്മളെ കൂടി അലട്ടുന്നു.